ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റോസ്മോൻ. എന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ CHSLൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളുമായിട്ടാണ്. ഇപ്പം ഞങ്ങൾ 12 ഒക്ടോബറിലെ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും തീർത്തു. ഇനി തേർഡ് ഷിഫ്റ്റാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിലെ 25 ജനറൽ അവയർനെസ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Bhakta Parab, a tribal festival that is celebrated between the period of spring and summer, originated in the state of. ഈ ബാക്ത പരബ് എന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവൽ ആണല്ലേ. അത് ഏത് സംസ്ഥാനത്താണ് ആചരിക്കുന്നത്, അതായത് ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ജാർഖണ്ഡ്, ഇന്ത്യയുടെ മിനറൽ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ജാർഖണ്ഡിലാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് കറൻ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻ ഓഫ് ക്യാപ്റ്റൻ ഓഫ് ക്രിക്കറ്റ് ടീം ആൻഡ് ഇയർ ഓഫ് വേൾഡ് കപ്പ് വിക്ടറി. അതായത് നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, അതിനെക്കുറിച്ചാണ് ചോദ്യം. അത് ഇതിലെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മൈക്കിൾ ക്ലാർക്ക് 2007 അല്ല, ഇമ്രാൻഖാൻ 1996 അല്ല, കപിൽ ദേവ് 1983. നമുക്ക് ഇന്ത്യക്ക് ആദ്യമായി വേൾഡ് കപ്പ് കിട്ടിയപ്പോഴുള്ള ക്യാപ്റ്റൻ ആരാണ്? കപിൽ ദേവ് അല്ലേ. എവിടെ വെച്ചാണ് നടന്നത്? ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത് അല്ലേ. ആരാണ് എതിരാളി? ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെയാണ് തോൽപ്പിച്ചത്. വെസ്റ്റ് ഇൻഡീസിൻ്റെ മൂന്നാമത്തെ അടുപ്പിച്ചുള്ള ലോകകപ്പ് എന്നുള്ള സ്വപ്നം തകർത്തത് ആരാ? ഇന്ത്യയാണ്. അന്ന് വേൾഡ് കപ്പിന് അറിയപ്പെട്ടിരുന്നത് പ്രുഡൻഷ്യൽ കപ്പ് എന്നാണ്. പ്രുഡൻഷ്യൽ കപ്പ്. ഓക്കെ, അന്നത്തെ വിജയമാണ് കപിൽ ദേവ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കപിൽ ദേവ് ആണ്. കപിൽ ദേവ് 1983 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് 2 വേൾഡ് കപ്പ് കിട്ടിയിട്ടെന്ന് അറിയാം. രണ്ടാമത്തെ വേൾഡ് കപ്പ് കിട്ടിയത് ഏത് വർഷമാണ്? 2011. അന്നത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? ധോണി, മഹേന്ദ്ര സിംഗ് ധോണി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി റിലീസസ് കാർബൺ ഡയോക്സൈഡ് ബ്രോട്ട് ഇൻ ബൈ ദ ബ്ലഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. അതായത് ലങ്സിലെ ഏറ്റവും മിനിമമായിട്ട് ചെറിയ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ? ആൽവിയോളയാണ്. ആൽവിയോളൈ. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് ലോഞ്ച്ഡ് ബൈ ദ പ്രസൻറ്റ് ഗവൺമെൻറ് ഹാസ് ബീൻ കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് പർപ്പസ്. അതായത് ഈ തന്നിരിക്കുന്നവയിൽ ഏത് സ്കീമാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ആശാ സ്കീം. ആശാ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവല്ല. കാരണം ആശാ സ്കീം എന്താണ്? കർഷകർക്ക് അവരുടെ പ്രൊഡക്ഷന് മിനിമം താങ്ങുവില നൽകുന്ന പ്രോഗ്രാമാണ് എന്ത്? ആശാ സ്കീം അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കാം. ഉജ്ജ്വല സ്കീം. ഉജ്ജ്വല സ്കീം എന്താണ്? പാവപ്പെട്ട BPL ആയിട്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഉജ്ജ്വല സ്കീം. അതുമല്ല. നെക്സ്റ്റ് നോക്കാം. സുമൻ സ്കീം. സുമൻ സ്കീം എന്താണ്? അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മെഡിസിൻ, അതായത് ഫ്രീ ആയിട്ട് ഫോളിക് ആസിഡിൻ്റെയും മറ്റേ അയണിൻ്റെയും മെഡിസിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഇത് സുമൻ സ്കീം. അത് കറക്റ്റാണ്. ഇനി നാലാമത്തെ നോക്കാം. സാഗർമാല സ്കീം. സാഗർമാല ടു റെഗുലറൈസ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് അറ്റ് പോർട്സ്. അതല്ല, സാഗർമാല എന്താണ്? നമുക്ക് നമ്മുടെ കടലിലൂടെയുള്ള വാണിജ്യത്തിൻ്റെ ലൈൻ, അതാണ് ഉദ്ദേശിച്ചത് സാഗർമാല. അപ്പോൾ ഇതിലേതാ ശരി? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. സുമൻ സ്കീമാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ സ്പോർട്സ് ഡേ ഓഫ് ഇന്ത്യ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 29th ഓഗസ്റ്റ് എവറി ഇയർ ഇൻ ഹോണർ ഓഫ് വിച്ച് സ്പോർട്സ് പേഴ്സൺ. നമ്മുടെ ദേശീയ കായിക ദിനം ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? മേജർ ധ്യാൻ ചന്ദ്. ആരാണ്? ഹോക്കിയിലെ മാതൃക എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻ ചന്ദ്. ഇന്ത്യക്ക് 3 ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് ആര്? ധ്യാൻ ചന്ദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ എന്താചരിക്കുന്നത്? നാഷണൽ സ്പോർട്സ് ഡേ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അവാർഡ് ഗിവൺ ടു ദ ബെസ്റ്റ് കോച്ചസ് ഓഫ് ഓൾ ദ ഡിഫറെൻറ്റ് ഗെയിംസ് ഈസ് നോൺ ആസ്. അതായത് കായികത്തിലെ ആർക്കാണ്? ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ കോച്ചുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് അവാർഡ് ഏതാണ്? നമുക്ക് നോക്കാം. ഫാൽക്കെ അവാർഡ് അല്ല. ഫാൽക്കെ അവാർഡ് എന്താണ്? സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഫാൽക്കെ അവാർഡ്. അശോക ചക്ര എന്ന് വെച്ചാൽ എന്താണ്? പീസ് ടൈമിലെ ഏറ്റവും വലിയ അവാർഡാണ് അശോക ചക്ര. അതുമല്ല. പിന്നെ ഉള്ളത് ദ്രോണാചാര്യ അവാർഡും അർജുന അവാർഡും. ഇത് അർജുന അവാർഡ് സ്പോർട്സ് പേഴ്സൺസിനാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ദ്രോണാചാര്യ അവാർഡ് ആർക്ക് കൊടുക്കുന്നത്? സ്പോർട്സിലെ കോച്ചസും, അതായത് അതിൻ്റെ കോച്ചിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന. ഞാൻ കഴിഞ്ഞ ഷിഫ്റ്റിലുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. ഇന്ത്യൻ പോളിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും വരും. റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ എപ്പോഴും വരുന്നു. ഓക്കെ, ഇത് നമുക്കറിയാം, കോമൺ ഫെമിലറാണ്. ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്ട് അഥവാ ശില്പി എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ. കഴിഞ്ഞ ഷിഫ്റ്റിൽ എനിക്ക് തോന്നുന്നു മറ്റേ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. നവംബർ 26 ആണ് നമ്മൾ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നത്. ഓക്കെ, അന്ന് തന്നെ നമ്മൾ എന്ത് ആചരിക്കുന്നു? നാഷണൽ ലോ ഡേയും അന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആസ് ഓഫ് ജനുവരി 2020 ഹു വാസ് ദ ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആർമി? ഓക്കെ, നമുക്കറിയാം നമ്മുടെ മേജറായിട്ട് നമുക്ക് ഏതൊക്കെയുണ്ട്? ആർമി, നേവി, എയർഫോഴ്സ് അല്ലേ.
ഇത് കൂടാതെ നമുക്കിപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൂടി നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ഓപ്ഷനിൽ ബിപിൻ റാവത്താണ് ആര്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അതായത് മൂന്ന് മേഖലയിലും ഏറ്റവും മെയിൻ ആളാരാണ്, ബിപിൻ റാവത്ത്. ഇത് കഴിഞ്ഞ അടുത്താരാ, മനോജ് മുകുന്ദ് നരവനെയും. ഇദ്ദേഹമാണ് ആര്, ഇപ്പോഴത്തെ ആർമിയുടെ ചീഫ്, ആർമി ചീഫാണ് മനോജ് മുകുന്ദ് നരവനെ. ഓക്കെ, ഇനി രാകേഷ് കുമാർ സിംഗ് ഭദൗരിയ ആരാണ്, അത് എയർഫോഴ്സിൻ്റെ ചീഫാണ്. രാകേഷ് കുമാർ സിംഗ് RK ഭദൗരിയ എന്ന് പഠിച്ചാൽ മതി. RK ഭദൗരിയ എയർഫോഴ്സിൻ്റെ ചീഫാണ്. ഓക്കെ, അടുത്തത് കരംബീർ സിംഗ് നേവിയുടെ, മൂന്നാമത്തേതായ നേവിയുടെ ചീഫാണ്. ചീഫ് ഓഫ് നേവി സ്റ്റാഫാണ് ആര്, കരംബീർ സിംഗ്. മാറിപ്പോരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലേ, ഇന്ത്യ വിടുക, ആരോട്, ബ്രിട്ടീഷുകാരോട് പറയുന്ന ഇന്ത്യ വിടുക എന്നുള്ള സ്ലോഗൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്, മഹാത്മാഗാന്ധി അല്ലേ. ഏത് വർഷമാണ്, 1942 ഓഗസ്റ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1942 ഓഗസ്റ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് നോ ലോങ്ങർ കൺസിഡേർഡ് ആസ് എ പ്ലാനറ്റ് വിതിൻ എർത്ത് സോളാർ സിസ്റ്റം അല്ലേ. നമ്മുടെ സോളാർ സിസ്റ്റം, അതായത് സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്, സണ്ണിന് ചുറ്റും ഏതൊക്കെയാണ് റെവല്യൂഷൻ ചെയ്യുന്ന ആരൊക്കെയാണ്, നമ്മുടെ എർത്ത് അടക്കം 8 പ്ലാനറ്റ്സ് അല്ലേ. ഇപ്പോൾ അതിൽ പണ്ട് പ്ലൂട്ടോ ഉണ്ടായിരുന്നു. പ്ലൂട്ടോയിനെ എന്ത് ചെയ്തു, കുള്ളൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞ്, ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലൂട്ടോനെ നമ്മൾ സോളാർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിരുന്നു, പ്ലാനറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം സിമ്പിളാണ്, പ്ലൂട്ടോ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ ചോദിക്കുന്നത് ഏതൊക്കെയാണ്, ടെറസ്ട്രിയൽ പ്ലാനറ്റും ജോവിയൻ പ്ലാനറ്റ്സും അല്ലേ. ആദ്യത്തെ അതായത് വീനസ്, മെർക്കുറി, മാഴ്സ്, എർത്ത്, ഇവയൊക്കെ എന്താണ് ടെറസ്ട്രിയൽ പ്ലാനറ്റും. ബാക്കിയുള്ളതൊക്കെയാണ് ഗേഷ്യസ് പ്ലാനറ്റ് അഥവാ ജോവിയൻ പ്ലാനറ്റ്സ്. ജൂപ്പിറ്റർ, സാറ്റൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അത് ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റിൽ ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. In which year did the Convention on Wetlands, the Ramsar Convention, come into force in India? ഈ റാംസർ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെറ്റ്ലാൻഡ്സ്, അതായത് ഈ തണ്ണീർത്തടങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഈ കരയും അതായത് കാടുകളും അതിൻ്റെ ചുറ്റും അങ്ങനെ നദികളും ലേക്സും അതായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ വേമ്പനാട് അതൊക്കെ ഒരു വെറ്റ്ലാൻഡ്സ് ഏരിയ ആണ്. അതൊക്കെ ഈ റാംസർ സൈറ്റിൽ പെടുന്ന കേരളത്തിലെ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് റാംസർ എന്ന് വെച്ചാൽ ഇറാനിലെ ഒരു സ്ഥലമാണ് റാംസർ. അവിടെ വെച്ചിട്ട് 1971 ഒരു എഗ്രിമെൻറ്റ് കുറേ രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കി. എന്താണ്, വെറ്റ്ലാൻഡിനെ സംരക്ഷിക്കാനായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി. നമ്മുടെ ഇന്ത്യയും ആ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു, ഒപ്പുവെച്ചിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ അത് ഏത് വർഷമാണ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, അതായത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1982 ആണ്. ഓപ്ഷൻ സി, 1982 നമ്മുടെ ഇന്ത്യയിൽ അത് നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെൽ നോൺ തബല പ്ലെയർ ഇൻ ഹിന്ദുസ്ഥാൻ ക്ലാസിക്കൽ സ്റ്റൈൽ ഓഫ് മ്യൂസിക്? അതായത് തബലയുമായി ബന്ധപ്പെടാത്ത ആളാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, തബലയുമായി ബന്ധപ്പെടാത്ത ആൾ. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓപ്ഷൻ നോട്ട് ശ്രദ്ധിക്കില്ല. ഈ തബല പ്ലേയേഴ്സ് ആണെന്ന് കാണുമ്പോൾ എല്ലാവരെയും അങ്ങ് നമ്മൾ മാർക്ക് ചെയ്യും, നമുക്ക് മൈനസ് മാർക്കും വരും. ഓക്കെ, നോക്കുക. സക്കീർ ഹുസൈൻ തബല പ്ലെയറാണ്. ലത്തീഫ് അഹമ്മദ് തബല പ്ലെയറാണ്. സ്വബൻ ചൗധരിയും തബല പ്ലെയറാണ്. ഇതിലില്ലാത്തത് അംജദ് അലി ഖാൻ, ഇദ്ദേഹം സരോദ് പ്ലെയറാണ്. സരോദിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അംജദ് അലി ഖാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു അപ്പോയിൻറ്റ്സ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്? അതായത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ബോബ്ഡെ അല്ലേ. ഈ ബോബ്ഡെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ്. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുഗൾ എംപറർ ഷാജഹാൻ ഗോട്ട് ദ മോണുമെൻറ്റ് താജ്മഹൽ കൺസ്ട്രക്റ്റഡ് ഇൻ ദ മെമ്മറി ഓഫ് വൈഫ്. അതായത് താജ്മഹൽ അല്ലേ, 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ പെടുന്നതാണ്. ഇന്ത്യയിലെ ഏക ഒരു ഏതാണ് മോണുമെൻ്റ് ആണ് ഇത്? താജ്മഹൽ. താജ്മഹൽ എവിടെയാണ്? ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഇതാരെ പണിയെടുപ്പിച്ചത്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ. ഇത് എന്തിനാ പണിയെടുപ്പിച്ചത്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ആരാണ് അത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? മുംതാജ് മഹൽ. ഓക്കെ, മുംതാജ് മഹൽ എന്നാണ് താജ്മഹൽ എന്നുള്ള പേര് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് രജപുത് റൂളർ ഓഫ് മേവാർ ഇൻ 1576 fought the battle of ഹൽഡിഗഡി ആൻഡ് ദെൻ ഫ്ലഡ് ഓൺ ഹിസ് ഹോഴ്സ് ചേതക്? അതായത് ഹൽഡിഗഡ് യുദ്ധം അത് 1576 നടന്നത്. ആരൊക്കെ തമ്മിലാണ്? അക്ബറിന് സഹായിച്ചത് ആരാ? മാൻസിംഗ് ആണ്. ഓക്കെ, അക്ബറും ആരൊക്കെ തമ്മിലാ? മഹാറാണ പ്രതാപ്, മേവാറിലെ മഹാറാണ പ്രതാപ്. ഓക്കെ, ഈ രാജാവ് അന്നത്തെ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? മഹാറാണ പ്രതാപ് പരാജയപ്പെടുകയും ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുതിരയുടെ പുറത്ത് കയറി രക്ഷപ്പെട്ടു എന്നതാണ് കഥ. ചരിത്രമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പേരാണ് എന്ത് പറഞ്ഞിരിക്കുന്ന ചേതക്ക്. ഈ കുതിരയുടെ പുറത്ത് കയറി രക്ഷപ്പെട്ട ആരാണെന്ന് ചോദിച്ചത് ആരാണ്? മഹാറാണ പ്രതാപ്. ഓക്കെ, മഹാറാണ പ്രതാപ്. ഈ PSCക്കും SSCക്കും അങ്ങനെ PSCക്കാണ് കൂടുതൽ ചോദിക്കുന്നത്. ബുദ്ധൻ്റെ കുതിരയുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ കുതിരയുടെ പേരെന്താ? ചേതക്ക്. ചേതക്കല്ല, കാന്തകയാണ് ബുദ്ധൻ്റെ കുതിരയുടെ പേര്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. ചേതക്ക് മഹാറാണ പ്രതാപും, കാന്തക ബുദ്ധൻ്റെ കുതിരയുടെ പേരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഇന്ത്യ? ഓക്കെ, ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് 3 സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ്. ഫസ്റ്റ് നോക്കാം, വെസ്റ്റേൺ ഗട്ട്സ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ പെടുന്നതാണ്. സുന്ദർബൻസ്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ പെടുന്നതാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി 1 and 2. ഓക്കെ, ഇനി സുന്ദർബൻ നമുക്കറിയാം കണ്ടൽക്കാടുകൾക്ക് ഫേമസ് ആണ് സുന്ദർബൻ. വെസ്റ്റേൺ ബെഡ്സ് അറിയാം നമ്മുടെ എന്താണ് പശ്ചിമഘട്ടം, നമ്മുടെ കേരളത്തിൻ്റെ അങ്ങ് വ്യാപിച്ചെടുക്കുക, കേരള കർണാടക ആ ഏരിയയിലേക്ക് വ്യാപിച്ചെടുക്കുന്ന അതാണ് പശ്ചിമഘട്ടം. വെസ്റ്റേൺ ഗട്ട്സ്, നോർത്ത് ഈസ്റ്റ് എന്നറിയാം നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ സപ്തസുന്ദരികൾ അല്ലേ, അരുണാചൽ പ്രദേശ് അങ്ങനെ കുറച്ച് ആസാം അങ്ങനെയൊക്കെ വരുന്നതാണ് ഏത് സപ്തസുന്ദരി. ആ ഏരിയയൊക്കെ ഏതാണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു റോട്ട് ദ ബുക്ക് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഇനി മഹാത്മാഗാന്ധിയുടെ ഫേമസ് ആയിട്ടുള്ള പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഈ ബുക്ക് ഇതൊക്കെ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ ഫേമസ് ആയ പത്രങ്ങൾ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ 3 carbon molecules broken down from 6 carbon molecules of glucose during the first step in the process of nutrition in all organisms is called. ഇത് ഗ്ലൈക്കോളിസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഗ്ലൈക്കോളിസിൻ്റെ ഒരു ഔട്ട്കമാണ് എന്ത്? പൈറുവേറ്റ് എന്ന് പറയും. ഓക്കെ, പൈറുവേറ്റ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇത് ബയോളജി കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രാൻസ്ഫോർമേഷൻ കർവ് ഈസ് ഓൾസോ നോൺ ആസ് ദ ട്രാൻസ്ഫോർമേഷൻ കർവ്. ഇത് എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. SSCക്ക് എപ്പോഴും എക്കണോമിക്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് കുറച്ച് നോട്ട്സ് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക, അത് ഒന്നെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ടേംസ് പഠിക്കുക. അതിന് ഷോർട്ട് കട്ട്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നും. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഏതാണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ് ഇതിൻ്റെ ആൻസർ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റെഫേഴ്സ് ടു മണി ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ സ്പെൻഡ് ആൻഡ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ്. അതായത് അതും എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ചിലവാക്കിയ പൈസയാണ്, അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പൈസ. അതിന് പറയുന്ന പേരെന്താണ്? സങ്ക് കോസ്റ്റ് എന്നാണ്. സങ്ക് കോസ്റ്റ്, SUNKCOST, സങ്ക് കോസ്റ്റ്. അതും എക്കണോമിക്സിലാണ്. ഓക്കെ, ഇത് BCom കൊമേഴ്സുകാർക്ക് ഇത് കൂടുതൽ എളുപ്പമായിട്ട് തോന്നും. നമുക്ക് ബാക്കിയുള്ള ഡിഗ്രിക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് ഇത്തിരി ടഫായിട്ട് തോന്നും. പക്ഷേ നമ്മൾ അത് പഠിക്കുക, നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചോദിക്കത്തുള്ളൂ. ഒരുപാട് അങ്ങ് ട്വിസ്റ്റ് ചോദിക്കത്തില്ല SSC. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഫയർവാൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഈസ് ഇൻകറക്റ്റ്? അതായത് IT ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫയർവാൾ എന്താണ് ഫയർവാൾ? ഇതിൽ ഏതാണ് തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ഫ്രീക്വൻലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. അല്ലേ, ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഡിവൈസസ്. അതും ശരിയാണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഇറ്റ് ഈസ് അൺഎബിൾ ടു പെർമിറ്റ് ലെജിറ്റിമേറ്റ് കമ്മ്യൂണിക്കേഷൻ ടു പാസ്. ആ ഓപ്ഷൻ നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്നു. ഇറ്റ് പെർമിറ്റ്സ് നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് റൂൾസ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി മാത്രമാണ് ഇതിൽ നമുക്ക് റോങ് ആയിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമേരിക്കൻ പ്രസിഡന്റ് വൺ ദ നോബൽ പീസ് പ്രൈസ്? സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ അമേരിക്കൻ പ്രസിഡന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ 4 അമേരിക്കൻ പ്രസിഡൻസിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് സമാധാനത്തിന് തന്നെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിൽ 4ാമനായിട്ട് ആരാണ്? ഈ റീസെൻ്റ് ആയിട്ട് ബറാക്ക് ഒബാമ. 2009 ബറാക്ക് ഒബാമയ്ക്ക് നോബൽ പ്രൈസ് പുരസ്കാരം, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പുരസ്കാരം ലഭിച്ചത്. SSCക്ക് മിക്കപ്പോഴും നോബൽ പ്രൈസിലെ എല്ലാ കാൻഡിഡേറ്റ്സിനും പഠിക്കണം. അതായത് നമ്മൾ കെമിസ്ട്രി, ബയോളജി, മെഡിസിൻ, സമാധാന, പീസ്, എക്കണോമിക്സ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഓരോ വർഷത്തെ ഉണ്ട്. ഞങ്ങളതിന് വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് വിച്ച് നെയ്ബറിംഗ് കൺട്രി ഡസ് ഗുജറാത്ത് ഷെയർ ഇറ്റ്സ് ബോർഡർ? ഓക്കെ, ഏത് അയൽ രാജ്യവുമായിട്ടാണ് ഗുജറാത്ത് അതിൻ്റെ അതിർത്തി പങ്കിടുന്നത്? ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാം? നമ്മുടെ എവിടെയാണ്? വെസ്റ്റിലുള്ള ഒരു സംസ്ഥാനമാണ് ഇത് ഗുജറാത്ത് അല്ലേ. അപ്പോൾ ഗുജറാത്തിൻ്റെ എന്ത് പ്രത്യേകത? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം കൂടിയാണ് ഇത് ഗുജറാത്ത്. ആരംഭകാലം മുതൽ ഡ്രൈ സ്റ്റേറ്റായ സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. നമ്മുടെ ഗാന്ധിജിയുടെ ജനിച്ച സംസ്ഥാനം കൂടിയാണ് ഇത് ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് അല്ലേ. അപ്പോൾ ഗുജറാത്തിന് ഏത് രാജ്യവുമായിട്ടാണ് അതിർത്തി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? പാകിസ്ഥാൻ. ബാക്കി നമുക്ക് നോക്കാം. നേപ്പാൾ ആ സൈഡിലാണ്, ബംഗ്ലാദേശ് റൈറ്റ് സൈഡിലാണ്, ഭൂട്ടാനും അവിടെ ഹിമാലയ ആ സൈഡിലാണ് അല്ലേ. അപ്പോൾ ഇതായിട്ട് ബന്ധമില്ലാത്ത ഏതാ? പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനായിരിക്കും അതിൻ്റെ ആൻസർ. ഇനി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തല്ല, അതേതാണ്? രാജസ്ഥാനാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം കൂടിയായ രാജസ്ഥാനാണ് പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കാനുള്ളത്? അതായത് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ കുത്തരുത് ഏതാണ്?
അതിൻ്റെ ആൻസർ ഏതാണ്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത്. ഓക്കെ, കര അതിർത്തി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എർത്ത് പുൾസ് എവറിഥിങ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്? അല്ലേ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ന്യൂട്ടൻ്റെ എന്താണ്, ന്യൂട്ടൺ ഒരു ദിവസം ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ബുക്ക് വായിക്കുമായിരുന്നു. അപ്പോൾ തലയിലേക്ക് എന്ത് വീണു? ഒരു ആപ്പിൾ വീണു. അപ്പോൾ ന്യൂട്ടൺ ചിന്തിച്ചത് ഈ ആപ്പിൾ എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല, അല്ലേ? അതിനുള്ള അന്വേഷണം കണ്ടെത്തിയത് എന്തിനാണ്? ഗ്രാവിറ്റി. അതാണ് എന്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്ന് ന്യൂട്ടന് മനസ്സിലായത്. അങ്ങനെയാണ് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മളിത് ഈ ചോദ്യത്തിന് ആൻസർ എന്താ? ഗ്രാവിറ്റി. നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ടാണ് ഇവിടെ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് ഗ്രാവിറ്റി കൊണ്ടാണ്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്, നമ്മൾ മറിഞ്ഞും തിരിഞ്ഞും വീഴാത്തതെന്ന് ചോദിച്ചാൽ അതും ഗ്രാവിറ്റി കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രംഗോലി ബിഹു ഈസ് വൺ ഓഫ് ദ മേജർ ഫെസ്റ്റിവൽസ് ഓഫ് ആസാം വിച്ച് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത്. ഏത് മാസമാണ് രംഗോലി ബിഹു? ബിഹു എന്ന് പറഞ്ഞാൽ ആസാമിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ്. അത് പ്രീവിയസ് ആയിട്ടുള്ള CHSL-ലും CGL-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് ഈ ബിഹു എന്നുള്ള ഫെസ്റ്റിവൽ ആസാമിലെ നടക്കുന്നത് അത് ഏത് മാസമാണ് ആചരിക്കുന്നത്, ഏത് മാസമാണ് ആഘോഷിക്കുന്നത് എന്നാണ്, അല്ലേ? ഇത് ഏതാണ്? ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം അത് അവരുടെ ഒരു കൊയ്ത്തുത്സവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏപ്രിൽ മാസമാണ് ഇത് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 25 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇത് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CHSL ഇപ്പോൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ 12 മറ്റോ ആണ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ റീസെൻ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടും, നമ്മൾ നന്നായിട്ട് റാങ്ക് ഉയർന്നു വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കംപ്ലീറ്റ് കാണുക. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറയുക. ഓക്കെ, ഇനി ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.